5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ചൈനയ്ക്കായാലും ഒരു പ്രതിസന്ധിയും പ്രതിഷേധമൊക്കെ ഉണ്ടാകും. ഇനി 3ാമത്തെ ജപ്പാനെ പിന്താങ്ങി സിംഗപ്പൂരിനെ എല്ലാം പിന്താങ്ങിക്കൊണ്ട് 3ാമത്തെ ശക്തിയായി നമ്മൾ മാറാൻ പോവുകയാണ്. 3ാമത്തെ ശക്തിയായി നമ്മൾ, അതായത് അമേരിക്ക, ചൈന, പിന്നെ ഇന്ത്യ 3ാമത്തെ ശക്തിയാവും. 3ആയ പിന്നെ 2, 1ലേക്കൊക്കെയാണല്ലോ നമ്മളെ യാത്ര. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ചൈന എന്ത് ചെയ്യുന്നു, ചൈന ഇന്ത്യ ബോർഡറിൽ സിയാച്ചിൻ മലകളിലും അവിടെ ഇവിടെയൊക്കെ ആവശ്യമായ അസ്വസ്ഥതകൾ കാലാകാലങ്ങൾ ഉണ്ടാക്കും. പാകിസ്ഥാൻ ഇപ്പം നമ്മളെ പാകിസ്ഥാൻ ആക്രമിച്ച പടക്കങ്ങളുണ്ടല്ലോ, ഏറെ പടക്കങ്ങൾ, നനഞ്ഞ പടക്കങ്ങൾ, അതിൽ 80% കൊടുത്തിരിക്കുന്നത് ചൈനയാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നാണ് പറയുന്നത്. 40 രാജ്യങ്ങൾക്കാണ് ചൈന യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതിൽ 80% കൊടുക്കുന്ന ഈ പാവപ്പെട്ട പാകിസ്ഥാനാണ്. അവരാണെങ്കിൽ ഈ നനഞ്ഞ പടക്കമാണ്, എറിഞ്ഞ ഗുണ്ടുപോലെ പൊട്ടൂല്ല എന്ന് വിചാരിച്ച് അവർ വാങ്ങിച്ച് കൂട്ടും. അത് വെച്ചിട്ട് ഇന്ത്യയെ എറിയാൻ വരും. ഏറെ പടക്കം കൊണ്ട് ഇന്ത്യയുടെ എറിയാൻ വരും. ഈ ചൈന വല്ലാത്തൊരു വസ്തുവാണ്. അവിടെ മാവോസത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വിപ്ലവവും കാര്യങ്ങളൊക്കെ നടന്നു, അതൊക്കെ ശരിയാണ്. ആ കാലമൊക്കെ ഇപ്പോൾ അവർ മുതലാളിത്തത്തിൻ്റെ മുച്ചൂട് മുടിക്കുന്ന ഒരു രാജ്യമായി മാറി എല്ലാ തോന്നിയവാസങ്ങളുടെയും ഒരു രാജ്യമാണ്. അമേരിക്കയിലാണെങ്കിലും കുറേ ജനാധിപത്യമുണ്ട്. അമേരിക്ക മുതലാളിത്തമാണ്, ബോർഷ്വാസിയാണെന്നൊക്കെ പറയുമ്പോഴും അവർ കുറേ ഡെമോക്രസി കൊണ്ടുപോകുന്നുണ്ട്. യാതൊരു ജനാധിപത്യമില്ലാതെ, അകത്ത് എന്താണ് നടക്കുന്നതെന്ന് പുറം ലോകം അറിയിക്കാതെ, കോവിഡ് കാലത്തും കൊറോണ കാലത്തും ഒക്കെ എന്തൊക്കെയാണ് ചൈന ചെയ്തത്. ടിയാൻമെൻ സ്ക്വയറിൽ എത്ര യുവതികളെയാണ് വെടിവെച്ച് കൊന്നത്. ആരെങ്കിലും ഇതുവരെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി അത് കണ്ടുപിടിച്ച് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വല്ലതും ശിക്ഷിച്ചു? അവിടെ നിൽക്കട്ടെ. ഇന്ത്യ ഒന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ, കേരളത്തിലെ ഗ്രാമങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു കളിപ്പാട്ടങ്ങൾ മുതൽ മുഴുവൻ വരും. അപ്പം നമ്മൾ പോയി വാങ്ങാൻ നിൽക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ജപ്പാൻ്റെത് ഒറിജിനൽ, ഇത് ചൈന ഡ്യൂപ്ലിക്കേറ്റ്. ചൈനയെ ലോകത്ത് അറിയപ്പെടുന്നതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ രാജാവെന്നാണ്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങളുണ്ടായി ഇന്ത്യ മാർക്കറ്റ് പിടിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യക്കൊക്കെ എന്തൊരു എതിർപ്പായിരുന്നു ചൈനയ്ക്ക്. കാരണം മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പുകൾക്ക്, ഇന്ത്യ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ട്. ഇന്ത്യ ഒന്ന് മനസ്സ് വെച്ചാൽ ഇന്ത്യൻ വിപണിയിൽ ആളുകൾ ഒരു സ്വദേശ അഭിമാനവും ഒരു രാജ്യസ്നേഹവും ഒക്കെ ഒന്ന് കാണിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ചൈനയുടെ പണി. എത്ര കോടി രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ വന്ന് മറിയുന്നത് മാർക്കറ്റിൽ. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാം ഭാരതത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമായ വസ്തുക്കളാണ് ചൈനയിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെടുന്നത്. ചൈന ഈ പണി മതിയാക്കണം. നിങ്ങൾ 40 രാജ്യങ്ങൾക്ക് ആയുധം ഉണ്ടാക്കി കൊടുത്തു, അതവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾക്ക് ആയുധ വ്യാപാരത്തിന് വേണ്ടിയായിരിക്കും. നിങ്ങൾ സമാധാനമൊന്നും പറയുന്നില്ല, സമ്മതിച്ചു. നിങ്ങൾ പാകിസ്ഥാൻ ഞങ്ങളെ ഭീകരവാദികൾ വന്ന് ഞങ്ങളെ 26 പേരെ പകൽ വെടിവെച്ച് കൊന്നപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ ആ ഭീകരവാദികളെ കൊടുത്തേക്ക്, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പാകിസ്ഥാനോട് പറഞ്ഞില്ലല്ലോ. അതിന് പകരം നിങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റിസത്തിൽ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ കഴിയുക? നിങ്ങൾ ലോകത്ത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? യുദ്ധത്തിൻ്റെ സന്ദേശമാണോ പാകിസ്ഥാൻ വഴി ഭാരതത്തിനോട് കൊടുക്കുന്നത്? പാകിസ്ഥാൻ ആവശ്യമായ ആയുധം കൊടുക്കുക, ആശയം കൊടുക്കുക, അനുഗ്രഹ ആശീസ്സുകൾ കൊടുക്കുക, ആശീർവാദം കൊടുക്കുക, എന്നിട്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടോ? കഴിയുന്ന കാര്യമാണോ? കഴിയില്ല എന്നറിയാമെങ്കിലും എന്തിനാണ് ഇവിടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്? ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരു രാജ്യത്തും പോയി മതപ്രചരണമോ ആരെങ്കിലും തല്ലുകയോ കൊല്ലുകയോ ഒരു ഭീകരപ്രവർത്തന താവളവും അനുവദിക്കാത്ത രാജ്യമാണ് ഭാരതം. ആർക്കും യുദ്ധോപകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ രാജ്യത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത്, അതിൽ നല്ലൊരു ശതമാനം പാകിസ്ഥാന് കൊടുത്ത്, മോശപ്പെട്ട ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഭാരതത്തിനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യിക്കുന്നു. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ വിപണി നിങ്ങൾക്ക് വലിയ ഒരു പ്രദേശമാണ്, വലിയൊരു ഏരിയയാണ്, വലിയൊരു ക്യാൻവാസാണ്. അപ്പോൾ ഇന്ത്യക്കാർ ഒരു സ്വാഭിമാനം വിചാരിച്ചാൽ ഭാരതത്തിലെ ഉൽപ്പന്നങ്ങളെ വാങ്ങുള്ളൂ. ഞങ്ങളുടെ ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വദേശിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ സ്വദേശിയൊക്കെ ഒരുപാടങ്ങ് വല്ലാതെ പ്രോത്സാഹിപ്പിച്ചാൽ ബുദ്ധിമുട്ടായി പോകും ചൈനയ്ക്ക്. ഇത് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. ഇപ്പോൾ എന്തുമാത്രം കരാറുകളാണ്, എന്തുമാത്രം വസ്തുക്കളാണ് ആളുകൾ ഉപേക്ഷിക്കുന്നറിയാവോ? തുർക്കിയിലുള്ള ടൂർ ആളുകൾ ഉപേക്ഷിക്കുന്നു. തുർക്കിയിൽ നിന്ന് വരുന്ന മാർബിൾ ആളുകൾ വേണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വേണ്ടെന്ന് പറയേണ്ടി വരും. ഇന്ത്യൻ മാർക്കറ്റിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ ആവശ്യമില്ല, ഞങ്ങൾക്കിത് വേണ്ട, അല്ലെങ്കിലേ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റാണ്. ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യമില്ല എന്ന് പറയേണ്ടി വരും. ഏത് സാധനം ജപ്പാൻ ഇറക്കിയാലും അല്ലെങ്കിൽ ലോകത്തിലെ ഏത് രാജ്യങ്ങൾ ഇറക്കിയാലും ഉടൻ തന്നെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് വരും. കണ്ടാൽ അതുപോലെ ഇരിക്കും. ഒറിജിനലിനേക്കാൾ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് വരും. ഈ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയൊക്കെ നിങ്ങൾ മതിയാക്കി, പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും ആശീർവദിക്കുന്നതൊക്കെ മതിയാക്കി, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൻ്റെ എന്തെങ്കിലും തത്വം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ആശയമുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ നോക്കൂ. അത് ഈ രാജ്യത്തിനാവശ്യമാണ്, ലോകത്തിനാവശ്യമാണ്. നിങ്ങൾ ചെയ്തു കൂട്ടുന്നതൊക്കെ വലിയ ദുരന്തമാണ്. എന്ത് സന്ദേശമാണ് നിങ്ങൾ ലോകത്തിന് കൊടുക്കുന്നത്? ഒന്ന് അടച്ച രാജ്യമാണ്, പത്രത്തിന് സ്വാതന്ത്ര്യമില്ല, നിങ്ങൾ ഭയങ്കര മുസ്ലിം സ്നേഹമാണല്ലോ പാകിസ്ഥാനികൾക്ക്, എന്നിട്ട് നിങ്ങളുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക്
പള്ളി നടത്താൻ അനുവാദമുണ്ടോ? മുസ്ലിങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാൻ അനുവാദമുണ്ടോ? മുസ്ലിങ്ങൾക്ക് അവിടെ സ്വസ്ഥമായും സ്വൈരമായും ജീവിക്കാനുള്ള അനുവാദമുണ്ടോ? നിങ്ങളുടെ രാജ്യത്ത് ചൈനയിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് മുസ്ലിങ്ങളല്ലേ? അപ്പോൾ പാകിസ്ഥാനുള്ള മുസ്ലിം സ്നേഹമൊന്നുമല്ല, ഭാരതത്തിന് 2 കിട്ടുകാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. തീർച്ചയായും ഭാരതവും ചില തീരുമാനമെടുക്കണം. ഇന്ത്യ ഗവൺമെൻറ്റും രാജ്യത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാം കൂടെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അത് ഡ്യൂപ്ലിക്കേറ്റാണ്, നമുക്കിന് ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒറിജിനൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് രാജ്യം പോയാൽ തീരാവുന്നതേ ഉള്ളൂ. ചൈനയുടെ ഈ തിളപ്പ്, ഈ തിമിർപ്പൊക്കെ തീരാൻ ഭാരതം വിചാരിച്ചാൽ കഴിയും. അതും ആലോചിക്കേണ്ടതാണ്.